ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാറ് തയ്യാറാക്കിയാലോ. അതും എളുപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇൻസ്റ്റന്റ് മാംഗോ പിക്കിൾ. അതിനായിട്ട് വേണ്ടത് നല്ല പച്ചമാങ്ങയാട്ടോ. അപ്പം നമുക്കിനി ഇതൊന്ന് അരിഞ്ഞൊക്കെ എടുക്കാം. കുറച്ച് കട്ടി കുറച്ച് നല്ല നൈസായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ആദ്യം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയുടെ നമുക്ക് മിക്സ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവ പൊടിച്ചതാണ്. അതൊരുപാട് അളവ് ചേർക്കരുത്, കുറച്ച് ചേർത്താൽ മതി. നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ അളവനുസരിച്ചിട്ട് ഉലുവ പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിക്കായ ചേർക്കുന്നത്, അല്ല നമ്മുടെ കട്ടിക്കായമാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് എണ്ണയിൽ അലിയിപ്പിച്ചതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒഴിക്കേണ്ടത് നമ്മുടെ നല്ലെണ്ണയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ചേർക്കണമെങ്കിൽ ചേർക്കാം. പിന്നെ ചിലർ കടുകെണ്ണ ചേർക്കുന്നവരുണ്ടാവും. അതാണെന്നുണ്ടെങ്കിലും ചേർക്കാം കേട്ടോ. ഞാൻ നല്ലെണ്ണയാണ് ചേർത്ത് വെക്കുന്നത്. ഇത് നല്ല രീതിക്ക് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് താളിച്ചത് തയ്യാറാക്കണം. നമ്മുടെ ഈ താളിപ്പ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങയുടെ കൂട്ടില്ലേ, അതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വൈകിട്ട് തയ്യാറാക്കി വെച്ചിട്ട് രാവിലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ രുചിയായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ ആണെങ്കിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ മാങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ്സ് വഴി അറിയിക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.